ഞാനിട എടാ നാളെ ഞാൻ അങ്ങോട്ട് തന്നെയാടാ വരുന്നത്. നാളെ രാവിലെ ഞാൻ അവിടെ എത്തോടാ മുത്തു. നീ ആണാണെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്കടാ. നീ പറഞ്ഞ വളർന്നു വരുന്ന എല്ലാ മക്കളെയും അവൻ ഇതേപോലെ കഞ്ചാവ് കൊടുത്തിട്ട് അവൻ താക്കും. അവനിക്ക് ഇഷ്ടം പോലെ അവനിക്ക് എസ് ഐനെയും ബാക്കിയുള്ളവരെയും ഒക്കെ കഞ്ചാവ് കൊടുത്ത് മയക്കാൻ തോന്നുന്നു. എല്ലാവരെയും അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു നാറിയാണ്. അവനിക്കൊക്കെ പെണ്ണ് കൊടുക്കണവരുണ്ടില്ലേ, അവനിക്കൊന്ന് പെണ്ണേ കൊടുക്കരുത്. ഒരാൾ അവനിക്ക് പെണ്ണ് കൊടുക്കേ ചെയ്യരുത്. കാരണം മുഴുവൻ കഞ്ചാവടിയനാണ്. മുഴുവൻ ടൈമും കഞ്ചാവ് അടിച്ച് അഥവാ പണിക്ക് പോയാൽ ആ പൈസ ഫുള്ള് കഞ്ചാവ് അടിച്ച് തീർക്കണ തെമ്മാടിയാണ് അവൻ. ആരും അവനിക്ക് പെണ്ണ് കൊടുക്കരുത്. 10-26 കണ്ട് ബോധ്യായി. പിന്നെ എന്റെ കുറെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. നേരത്തടാ തെളിവ് നീ നേരത്തട. അതുപോലെ 5 കബീറിന്റെ അല്ലാന്ന് പറഞ്ഞു. നേരത്തടാ നീ DNA ടെസ്റ്റ് എടുക്കാൻ ഞാൻ തയ്യാറാണോടാ മോനെ. നീ അങ്ങോട്ട് എടുക്കടാ പുല്ല മുത്തോ. എന്തൊക്കെ പണി ചെയ്തറിയോ? മീൻ കച്ചവടം ചെയ്തു, പച്ചക്കറി കച്ചവടം ചെയ്തു, എന്തെല്ലാം പണി. ഒന്നിലും നീ നിലനിൽക്കില്ല. കാരണം നിന്റെ ക്യാരക്ടർ അങ്ങനെടാ. അതുപോലെ തന്നെ നിനക്ക് ഒരുത്തനും പെണ്ണ് തരില്ല. പെണ്ണ് തന്നാ തന്നെ അവര് പെട്ടു പോവും. ഓക്കെ മിസ്റ്റർ മുത്തു. എന്താണ് മുത്തു, നിനക്കൊന്നും പറയാനല്ലടാ. നീ പോയടാ മുത്തേ. നീ എല്ലാ പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ടാവും. നിന്റെ പെങ്ങന്മാര് പെണ്ണിനെയും കണ്ടിട്ടുണ്ടാവും, നിന്റെ ഉമ്മ പെണ്ണിനെയും കണ്ടിട്ടുണ്ടാവും. പെണ്ണിനെ പോലത്തെ പെണ്ണിനെ നീ കണ്ടിട്ടില്ലടാ മോനെ. അതാടാ ഇത്. ഓക്കെ നീ അങ്ങോട്ട് വിറപ്പിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് അവിടെ നെല്ലിക്കാട് നാടങ്ങോട്ട് വിടും വിചാരിച്ചു. എന്റെ കുട്ടികളെ കഞ്ചാവ് അടുപ്പിക്കും പറയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് നാട് വിട്ട് പോകുമെന്ന് നീ വിചാരിച്ചടാ പുല്ല. എടാ ഞാൻ കൊടുന്നിട്ടുണ്ടാ എത്തിങ്ങാനേന്ന് അങ്ങോട്ട് കൊടുന്നിട്ടുണ്ടടാ പുല്ല. നീ അന്ന് അടുപ്പിക്കടാ പുല്ല. എന്റെ അളാമാന്റെ മക്കള് വിവരമില്ലാത്ത 2 തെണ്ടികളുണ്ട്. സ്കൂളിന്റെ പടിയും കണ്ടിട്ടില്ല, മദ്രസന്റെ പടിയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു 2 തെണ്ടികളിനെ നിനക്ക് കിട്ടിയതാ. എടാ നീ വാടാ മുത്തു, എന്നെ തള്ളാൻ അങ്ങോട്ട് വാടാ വീട്ടിലോട്ട് ഒന്ന് കേറി വാടാ പുല്ല. അല്ലെ നിന്റെ വീട്ടിലോട്ട് ഞാൻ കേറി വരടാ പുല്ല. നീ അങ്ങോട്ട് തൊട്ട് നോക്കടാ. നിന്റെ മുന്നിൽ കൂടെ അല്ലേടാ ഞാൻ അന്ന് വന്നത്. നീ സ്കൂട്ടിയിൽ ഇങ്ങനെ പോണ്ടായിരുന്നല്ലോ. എന്താടാ മോനെ നിർത്തിയിട്ട് തല്ലിയില്ല നീ തമ്മാടി. നിന്റെ കാരണം എന്റെ കൈ കൊണ്ട് അടിച്ച് പുകയ്ക്കോടെ ഞാൻ. നിന്നെ കാരണം എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ച് പുകയ്ക്കുന്നില്ല. നിന്നെ എനിക്ക് ഇത്ര നിമിഷം മതിയടാ. നിന്നെ ഞാൻ ആൾക്കാരെ വെച്ച് തലിക്കാൻ എനിക്ക് ഇത് എത്ര നിമിഷം മതി മോനെ. നീയൊക്കെ ഇല്ലാണ്ടാക്കാൻ, നിന്നെയൊക്കെ നെല്ലിക്കാട് നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാടാ. നീയൊക്കെ ആരാടാ നീ വിചാരിച്ച്? നിന്റെ തന്ത ഉള്ളിടത്തോളം കാലം നീ തന്തനെ വെച്ച് കുറെ വലിച്ചുണ്ട്. ഇപ്പൊ എവിടെടാ പോയില്ലടാ കബറില്. ആ മനുഷ്യൻ കബറിൽ പോയില്ലടാ. മിസ്റ്റർ മുതു നിന്റെ തുനയൊന്നും പൊന്തില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെക്കവര്. ഞാൻ കഞ്ചാവ് അടിച്ചാൽ തുനയൊക്കെ താഴ്ന്നു കിടക്കിയത്. സുനെ പൊന്തിയാലല്ലേ പെൺകുട്ടികൾക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് നീ ഒന്നും വേണ്ടടാ പുല്ലേ, ആർക്കും വേണ്ടടാ. അപ്പൊ ഞങ്ങള് പോവാണ് കുട്ടികളെ. മിസ്റ്റർ മുത്തു. നാളെ ഞങ്ങൾ എങ്ങോട്ട് നെല്ലിക്കാട് എത്തുന്നുണ്ടാ പുല്ല മുത്തു. ഞങ്ങൾ നാളെ നെല്ലിക്കാട്ടിലോട്ട് വരുന്നുണ്ട്. അയ്യോ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് സന്തോഷം കിട്ടിയേ. പറയാനുള്ളവരെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞേ. എനിക്ക് അല്ലാഹ് സ്തുതി. ഞാൻ പറയേണ്ടതൊക്കെ പറയാൻ കിട്ടിയല്ലോ. ഈ ഒരു ലൈവിന് കാത്തിരിക്കായിരുന്നു ഞാൻ. ഈ ഒരു ലൈവിന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തായാലും പഠിച്ചോ എനിക്ക് ആ സന്തോഷം തന്നു, സമാധാനം. എൻ്റെ അറിയോ സ്വിച്ച് ഓഫ് ആയിട്ടാ എൻ്റെ ലൈവ് സ്വിച്ച് ഓഫ് ആയി ഫോണ്. ഞാൻ എന്നിട്ട് അപ്പോൾ ചാർജ് കുത്തി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പഠിച്ചോനില്ലേ ബർത്ത്ഡേക്ക് മനസ്സ് നിറയെ സന്തോഷം തന്നു. ആരെന്നറിയോ, അറിഞ്ഞു തന്നു. അവരൊക്കെ വരട്ടെ കാത്തിരിക്കായിരുന്നു. ഞാൻ ലൈവിൽ വരണം പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ആയിരുന്നു. വന്നു. നല്ലത് അണ്ണാക്കിൽ കിട്ടിയപ്പോൾ സന്തോഷമായി. പോയി കിടന്നിറങ്ങാം. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അടിച്ചത് കിക്കായില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ലൈവ് കയറിയതാണ്. അപ്പോൾ കൂടുതൽ കിക്കാവും, നല്ല കിക്കാവും. ഓക്കെ എനിക്കാടാ നീട്ടുണ്ടാക്കുന്ന എൻ്റെ കബീർക്കാനി. എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാ നീ? എത്ര പ്രാവശ്യം നീ വിളിച്ചിട്ടുണ്ടാ ഞങ്ങൾക്ക് മോനെ പുല്ലമുത്ത്?